നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ വിയറ്റ്നാം സീരീസിലെ 9ാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ സെൻട്രൽ വിയറ്റ്നാമിലാണുള്ളത്. വിയറ്റ്നാമിൽ ഞങ്ങൾ വന്നിട്ട് ശരിക്കും നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്തൊരു ദിവസം ഓർന്നിട്ട് എന്നത്തെ. സെൻട്രൽ വിയറ്റ്നാമിലുള്ള ഹൊയാൻ എന്ന പേരുള്ള ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലാണ് ഞങ്ങൾ എത്തിയേക്കുന്നത്. ഇന്ന് രാവിലെ കണ്ട ഞങ്ങൾ ഹോച്ചിമിൻ സിറ്റിയിൽ നിന്ന് ഇവിടെ അടുത്തുള്ള ഒരു ഡനാങ് എന്ന പേരുള്ള ഒരു സിറ്റിയിലേക്ക് എത്തിയത്. ഡനാങ്ങിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെയുള്ളൊരു മാർബിൾ മൗണ്ടനും അതുപോലെ തന്നെ മാർബിൾ പ്രതിമകളുടെ ഒരു ഷോപ്പും പിന്നെ ഹൊയാനിലുള്ള കൊട്ടവഞ്ചിയിലുള്ളൊരു കറക്കം കൂടി കറങ്ങിയായിരുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഹൊയാൻ ടൗൺ ഒന്ന് നന്നായി കറങ്ങിയിട്ട് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ലാൻഡേൺ ബോട്ടിലും ഒന്ന് കയറി. നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ പോയിട്ട് വിയറ്റ്നാം ട്രാവൽ സീരീസ് ചെക്ക് ചെയ്താൽ മതി. ഇപ്പം ഞങ്ങൾക്ക് തിരിച്ച് ഡനാങ്ങിലേക്ക് പോകാനായിട്ടുള്ള സമയമായി. സമയം ഏകദേശം രാത്രി 8 മണി കഴിഞ്ഞ്. ഹൊയാനിന്ന് ഏകദേശം 20 കിലോമീറ്റർ അടുത്താണ് ഡനാങ്ങിലേക്കുള്ള ദൂരം. ഞങ്ങൾ ഹോട്ടലും ബുക്ക് ചെയ്തേക്കണത് ഡനാങ്ങിലാണ്. ഏകദേശം അരമണിക്കൂറിൽ താഴെ സമയം കൊണ്ട് തന്നെ ഞങ്ങൾ ഡനാങ്ങിലേക്ക് എത്തിത്തുടങ്ങി. ഡനാങ് ബീച്ചിൻ്റെ ഏരിയയാണിത്. കുറേയധികം അപ്പാർട്ട്മെൻറ്റ്സും ഹോട്ടലുകളും അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റൊക്കെ ഉള്ളൊരു ഏരിയയാണിത്. ഈ പരിസരത്ത് ചില വിദേശികൾ മാസങ്ങളോളം താമസിക്കുന്ന ഒരു പരിപാടിയും കൂടിയുണ്ട്. അങ്ങനെയുള്ളൊരു മിക്കവാറും ഈ പരിസരത്ത് അപ്പാർട്ട്മെൻറ്റുകൾ മന്ത്ലി റെൻറ്റിനെടുത്താണ് താമസിക്കാറ്. ഞങ്ങൾ ഡനാങ്ങിലെ ഫേമസ് ആയിട്ടുള്ള ഡ്രാഗൺ ബ്രിഡ്ജിലേക്കാണ് ഇപ്പോൾ എത്തുന്നത്. രാത്രി ആയതോടുകൂടി ബ്രിഡ്ജിലുള്ള ഡ്രാഗണെയൊക്കെ നന്നായിട്ട് ലൈറ്റപ്പ് ചെയ്തേക്കാണ്. രാവിലെ ഞങ്ങൾ ഈ വഴി തന്നെയാണ് ഹൊയാനിലേക്ക് പോയത്. രാവിലെ കണ്ടത് വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രി ലൈറ്റൊക്കെ ഇട്ടതോടുകൂടി പാലം നല്ല ഭംഗിയായി. രാവിലെ എയർപോർട്ടിൽ നിന്ന് വിളിച്ച ടാക്സിയിൽ തന്നെയായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ മുഴുവനും കറക്കം. അത്രയ്ക്കധികം കത്തിയല്ലാത്ത റേറ്റാണ് പുള്ളി ഫുൾ ഡേ ടാക്സി പറഞ്ഞത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നത്തെ ഫുൾ കറക്കം പുള്ളിയുടെ ടാക്സിയിൽ തന്നെ ആക്കിയത്. പിന്നെ ഇവിടെ എല്ലായിടത്തും ഗ്രാബ് ആപ്ലിക്കേഷൻ വരെ ടാക്സി ബുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഈ ടാക്സി ഡ്രൈവറുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ പുള്ളിക്കാരനും ഇംഗ്ലീഷ് ഒട്ടും വശമില്ല എന്നുള്ള കാര്യം കൂടി ഓർക്കണം കേട്ടോ. ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉപയോഗിച്ചിട്ടായിരുന്നു ഞങ്ങളുടെ എല്ലാ കമ്മ്യൂണിക്കേഷൻസും. വിയറ്റ്നാമിൽ 2 ദിവസം നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതെല്ലാം ശീലമായിക്കോളും. പിന്നെ പുള്ളിയുടെ ടാക്സി വിളിക്കണേക്കാളും മുമ്പ് റേറ്റൊക്കെ ഒന്ന് പറഞ്ഞ് ഉറപ്പിച്ചിട്ട് വേണം കേട്ടോ വിളിക്കാനായിട്ട്. ഈ ബ്രിഡ്ജിനോട് നേരെ തന്നെ കാണുന്ന വാൻഡ ഹോട്ടലിലാണ് ഞങ്ങൾ റൂം ബുക്ക് ചെയ്തേക്കണത്. ഇന്ന് രാവിലെ ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് നേരെ ഹോട്ടലിലെത്തി ബാഗേജൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് രാവിലെ തന്നെ കറക്കാൻ തുടങ്ങിയതായിരുന്നു. ഇപ്പം വേണം ഇനി ചെക്കിൻ്റെ പരിപാടികൾ തീർക്കാനായിട്ട്. റൂമൊന്ന് ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇപ്പം തന്നെ അടുത്തൊരു പരിപാടിയും കൂടി കാണാൻ പോകാനുണ്ട്. ഈ പാലത്തിൻ്റെ നേരെ അപ്പുറത്തെ സൈഡിലാണ് ഈ ഷോ നടക്കുന്നത്. പാലത്തിൽ നേരത്തെ കണ്ട കളറൊക്കെ മാറ്റി ഇപ്പോൾ പല കളറായിട്ടാണ് ലൈറ്റ് ചെയ്തേക്കുന്നത്.
അധികം താമസിക്കാണ്ട് ഞങ്ങൾ പാലത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് എത്തിയിട്ടാ. ഇവിടെ പയ്യെ പയ്യെ റോഡ് സൈഡിലും പാർക്കിലും അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റിൻ്റെ സൈഡിലേക്കായിട്ട് ആളുകളുടെ എണ്ണം കൂടി കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ നിൽക്കുന്നത് റോഡ് സൈഡിൽ തന്നെയാണ്. ഇതിൽ തന്നെ കുറേ ആളുകൾ ടൂ വീലറായിട്ട് വന്നിട്ട് റോഡ് സൈഡിൽ തന്നെ പാർക്ക് ചെയ്ത് നിൽക്കണവരുമുണ്ട്. ഞങ്ങൾ ഈ സൈഡിൽ നിൽക്കുന്നത് പോലെ തന്നെ റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വണ്ടി പോണ സ്ഥലത്തും ആളുകൾ കൂടിയിട്ടുണ്ട്. എന്നെയും വൈഫിനെയും തിരക്കില്ലാത്തൊരു സ്ഥലത്ത് നിർത്തിയിട്ട് ഞാൻ കുറച്ച് ഫ്രണ്ടിലേക്ക് കയറാണ്. പിന്നെ ഒരു കാരണവശാലും നടുക്കുള്ള മീഡിയനിലേക്ക് കയറിയിരിക്കരുതെന്ന് വന്ന സമയത്ത് ഡ്രൈവർ പറഞ്ഞിരുന്നു. എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ കണ്ട് മനസ്സിലാക്കിക്കോളാനായിട്ടാണ് പുള്ളി പറഞ്ഞത്. റോഡിൻ്റെ രണ്ട് സൈഡിലും തിരക്കുണ്ടെങ്കിലും നടുക്കുള്ള മീഡിയനിൽ കാര്യമായിട്ടുള്ള ആളുകളില്ല. ഇപ്പോൾ ഇവിടെ സമയം ഏകദേശം 9 മണിയാവാറായി. കുറച്ചു നേരം മുമ്പോട്ട് ഈ പാലത്തിൽ കൂടെയുള്ള വണ്ടികളെല്ലാം ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ പരിസരം മുഴുവനും ആളുകളെ കൊണ്ട് നിറഞ്ഞേക്കാണ്. ഇവിടെ കൂടിയേക്കണ ആളുകളിൽ ഭൂരിഭാഗവും ഇവിടുത്തെ ലോക്കൽസ് തന്നെയാണ്. അവിടെ ഇവിടേക്കായിട്ട് കുറച്ച് ടൂറിസ്റ്റുകൾ ഉണ്ടെങ്കിലും കാര്യമായിട്ടുള്ള ടൂറിസ്റ്റുകളെയൊന്നും ഞാനിതുവരെ ഇവിടെ കണ്ടില്ല. അങ്ങനെ കൃത്യം 9 മണിയായപ്പോഴേക്കും ഞങ്ങളെല്ലാവരും കാത്തുനിന്ന് ഷോ തുടങ്ങി. ആദ്യം തന്നെ പാലത്തിൻ്റെ നടുക്കുള്ള ഡ്രാഗണിൻ്റെ വായിൽ നിന്ന് തീ വന്നു തുടങ്ങി. ഇപ്പോൾ കുറച്ച് പേര് നടുക്കുള്ള മീഡിയയിലും കയറി നിൽക്കണ്ട കേട്ടാ. ഈ ഭീമാകാരനായിട്ടുള്ള ഡ്രാഗണിൻ്റെ വായിൽ നിന്ന് തീയും വെള്ളവും വന്നൊരു ഷോയാണിത്. തീ വന്നു തുടങ്ങിയപ്പോൾ തൊട്ട് ഈ പരിസരം മുഴുവനും മണ്ണെണ്ണയുടെ പോലത്തെ ഒരു മണവും പരന്നിട്ടുണ്ട്. നമ്മളൊക്കെ കണ്ടിട്ടുള്ള ഫയർ ഡാൻസിൻ്റെ വേറൊരു പതിപ്പാണ് തോന്നുന്നത്. എല്ലാ ശനി ഞായറും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട അവധി ദിവസങ്ങളിൽ രാത്രി 9 മണിക്കാണ് ഈ ഷോ ഉള്ളത്. ഞങ്ങളതുകൊണ്ട് തന്നെ ശനി ഞായറും നോക്കിയാണ് ഞങ്ങൾ ഡനാങ് പ്ലാൻ ചെയ്തേക്കണത്. കുറച്ചു നേരം തീ തുപ്പണ കാഴ്ചയൊക്കെ കണ്ടു നിന്നപ്പോഴേക്കും പിന്നെ ഡ്രാഗൺ വെള്ളം ചീറ്റാൻ തുടങ്ങിയേക്കാണ്. നേരെ ഈ റോഡിൻ്റെ നടുക്കുള്ള മീഡിയൻ്റെ മേലിലേക്കാണ് ഈ വെള്ളത്തുള്ളികൾ വന്നത്. ആ മീഡിയയിൽ നിന്ന് മിക്കവാറും എല്ലാ ആളുകളും നനഞ്ഞ്. ഞങ്ങൾ നിൽക്കണ ഇത്രയും ദൂരം വരെ ഈ വെള്ളത്തുള്ളികൾ തെറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുകൊണ്ടൊക്കെയാണ് ഒരു കാരണവശാലും മീഡിയനിൽ കയറി നിൽക്കരുതെന്ന് ഡ്രൈവർ നേരത്തെ പറഞ്ഞിരുന്നത്. ഫുട്പാത്തിൽ നിറയെ ആളും നടുക്ക് മീഡിയനിൽ മാത്രം ആളുകൾ ഇല്ലാണ്ടിരുന്നപ്പോൾ തന്നെ അവിടെ എന്തോ കുഴപ്പമുണ്ടല്ലോ എന്ന് നേരത്തെ തന്നെ ഞാൻ ആലോചിച്ചിരുന്നു.
ഇതിൻ്റെ അടുത്ത് നിന്ന ആളുകൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ നനഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒമ്പത് തവണ തീയും 3 തവണ വെള്ളവുമാണ് ഈ ഡ്രാഗൺ ഓരോ ഷോയിലും ചീറ്റണത്. ഷോ കഴിഞ്ഞതോടുകൂടി 2 വീലറിൽ വന്ന ആളുകളെല്ലാവരും പയ്യെ വണ്ടി എടുത്തു തുടങ്ങി. കുറേയധികം ആളുകളാണ് ഈ ഒരു ഷോ കാണാനായിട്ട് ഈ പരിസരത്ത് നിന്നേറുന്നത്. ഞങ്ങളുടെ ടാക്സി കുറച്ച് അപ്പുറത്തേക്ക് നീക്കിയാണ് പാർക്ക് ചെയ്തേക്കണത്. ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ നല്ല തിരക്കായതും കൊണ്ട് ഞങ്ങളിവിടെ ഇറക്കിയിട്ട് ഡ്രൈവർ നേരെ പോവാറുന്നു. ഫോൺ വിളിച്ച് 2 മിനിറ്റിനുള്ളിൽ തന്നെ ഡ്രൈവർ വണ്ടിയായിട്ട് എത്തി. ഇനി ഞങ്ങൾ ഡിന്നർ കഴിക്കാനായിട്ടുള്ളൊരു പരിപാടിയിലാണ്. ഡനാങ്ങിലുള്ളൊരു മക്ഡൊണാൾഡ്സിലേക്കാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ പോക്ക്. ബീച്ചിൻ്റെ അടുത്തേക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സീ ഫുഡൊക്കെ കിട്ടുന്ന ഡ്രൈവർ പറഞ്ഞെങ്കിലും ഇന്നിനിപ്പോൾ അധികം ദൂരേക്കൊന്നും പോകണ്ടെന്നാണ് ഞങ്ങളുടെ പ്ലാൻ. നേരത്തെ കണ്ട ഡ്രാഗൺ ബ്രിഡ്ജിന് പാരലലായിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ എത്തിയേക്കണത്. ഡനാങ്ങിൽ മക്ഡൊണാൾഡ്സിൻ്റെ പുതിയൊരു ഔട്ട്ലെറ്റ് ഓപ്പണായ വിവരം ഞങ്ങൾ ഹോച്ചിമിൻ സിറ്റിയിലുള്ള മക്ഡൊണാൾഡ്സിൽ വെച്ച് അറിഞ്ഞിരുന്നു. ആ ഒരു ഔട്ട്ലെറ്റിലേക്കാണ് ഞങ്ങളിപ്പോൾ എത്തിയേക്കണത്. അധികം വലിയ തിരക്കൊന്നുമില്ലാത്ത അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഔട്ട്ലെറ്റാണ് കേട്ടോ ഇത്. നാളെ രാവിലെ തൊട്ടുള്ളൊരു ഫുൾ ഡേ ട്രിപ്പ് പ്ലാനിലുള്ള കാരണം അധികം സമയം ഞങ്ങൾക്ക് ഇവിടെ കളയാനായിട്ടുമില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത് ഇവിടെ ഇരുന്ന് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹോട്ടലിലേക്ക് നീങ്ങാണ്.